നേപ്പാളിലുണ്ടായ കലാപം, അതിൻ്റെ ആഫ്റ്റർ ഡേറ്റ് ചിലരൊക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇനിയും തുടർന്ന് ഇന്ത്യയിലേക്ക് വരും എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരു കലാപമാണ് ഇന്ത്യ ഇനിയും ഫേസ് ചെയ്യാൻ പോകേണ്ടുന്നത് എന്നവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ അത് നടക്കത്തില്ല. അത് ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അമേരിക്ക എന്ന് പറയുന്ന ലോക സാമ്രാജ്യത്വ ശക്തി ഇന്ത്യക്കെതിരെ വമ്പൻ കെണി ഒരുക്കിയപ്പോഴും നമ്മുടെ കർഷകരെ, ഭാരതത്തിൻ്റെ കർഷകരെ, ഭാരതത്തിൻ്റെ ക്ഷീര കർഷകരെ, ഭാരതത്തിൻ്റെ മത്സ്യബന്ധന തൊഴിലാളികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പറഞ്ഞൊരു പ്രൈം മിനിസ്റ്റർ നമുക്കുണ്ട്. അപ്പം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ പൊളിറ്റിക്കലി ഇൻസൈറ്റ് ഉള്ളവരാണ്. അവരിത് മനസ്സിലാക്കുന്നവരാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സക്സസ്, വൻ വിജയം, അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ഭയങ്കരമായി ഞെട്ടിച്ചു. അപ്പം അമേരിക്കയുടെ ചൊൽപ്പടിയിൽ ലോകരാജ്യങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യ നിൽക്കുകയില്ല എന്ന കാഴ്ചപ്പാട് അവരെ വേദനിപ്പിക്കുന്നു. വലിയ കടത്തിൽ കൂടി പോകുന്ന ഒരു രാഷ്ട്രമായി അമേരിക്ക മാറി. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടൻ, നമ്മളെ വർഷങ്ങളോളം കീഴടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കംപ്ലീറ്റ് തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തി, അവരുടെ അവസ്ഥ എന്തും ഇപ്പം അവരെല്ലാം അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അമേരിക്ക കണ്ണിങ്ങായിട്ട് രണ്ടാം ലോക മഹായുദ്ധം അടക്കം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡയറക്റ്റ് യുദ്ധത്തിൽ ഏർപ്പെടാതെ ആയുധ കച്ചവടം നടത്തി യുദ്ധം നടത്തിക്കുമായിരുന്നു ഇടനിലക്കാരന്മാരെ. അവസാനം കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ നടത്തി യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ചില ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കും. താൽക്കാലികമായ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കാം. പക്ഷേ ഇത് നിൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു തരും. സൂക്ഷിച്ചില്ലെങ്കിൽ അണ്ണാക്കിലോട്ട് തരും. സൂക്ഷിക്കും.